Good afternoon, sir. Good afternoon. We are honored to have Sir Sohan Roy sir with us to share his insights on design your own curriculum topic. So this is a fantastic opportunity to learn how to take control of your educational path. So I encourage you all to fully engage in this session. Without further ado, I welcome you, sir. Welcome. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ യുവർ ഓൺ കരിക്കുലം. എന്താണ് ഈ വാട്ട് ഈസ് കരിക്കുലം എന്ന് വെച്ചാൽ എന്താണ്? ക്യാൻ സമൺ എക്സ്പ്ലെയിൻ കരിക്കുലം എന്താണ്? So this is Amartya. Yeah. According to me, curriculum is like a syllabus or like a set plan that we follow, like the subjects, the topics that we have to learn. Okay. എന്ന് വെച്ചാൽ യു വാണ്ട് ടു അറ്റൻഡ് എ കോഴ്സ്, ഫോർ എക്സാമ്പിൾ എനി കോഴ്സ്. ഓക്കെ, നൗ യു ആർ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ. So you are doing your school as a student. You are going to the school to for different standards you are studying, and each year you have a syllabus for that one. And according to the syllabus, you need to learn different subjects, and you need to write exams accordingly. End of the day, after the exam, you may pass or you may not pass. Okay. ദാറ്റ് മീൻസ് ഒരു കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് ആ കോഴ്സിൽ പഠിക്കേണ്ടതെന്നുള്ളത്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കരിക്കുലം. ആ കരിക്കുലം അനുസരിച്ചിട്ടാണ് ഒരു നോവലിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെയോ നമ്മൾ തുടക്കത്തിൽ പറയത്തില്ല, അതിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ പേര് പറയുന്ന പോലെയാണ് ഈ കോഴ്സിൻ്റെ എൻ്റയർ കോഴ്സിനെ നിങ്ങൾ വളരെ ക്രിസ്പി ആയിട്ട് ഓരോ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് പോലെ ഇന്ന സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് കരിക്കുലം ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് നമുക്കൊരു കോഴ്സ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. കാര്യം already see, you are attending at the school, you have a curriculum, you are following it. We are not touching it. That is designed by someone from the government side. Someone designed it. You are all following it. That is, accordingly you are going to get your school certificate, secondary school certificates later. Anyway, that is, we are not going to touch it. But the problem is, we discussed many days that നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകളിൽ അക്കാഡമിക്സിൽ ഒരുപാട് നമ്മുടെ ലൈഫിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ വി ആർ നോട്ട് ലേണിംഗ് ഇറ്റ്. മനസ്സിലായില്ല? അതേസമയം വാട്ട് യു ആർ ലേണിംഗ് ഇൻ ദ സ്കൂൾ ഈസ് നോട്ട് റിയലി റിക്വയർഡ് ഫോർ ദ ലൈഫ് ഓൾസോ. വി ആർ ഗോയിങ് ടു ഹൗ ടു മേക്ക് യുവർ സെൽഫ് ആൻ എഫിഷ്യൻറ്റ് എംപ്ലോയി ആയിട്ട് നിങ്ങളെ മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതൊരു 5 year കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ദ ടൈം ഡ്യൂറേഷൻ ഈസ് 5 years ആണ്. ഈ 5 years കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഭയങ്കര എഫിഷ്യൻ്റ് ആക്കുന്ന, നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ളത് മാത്രം ഇതിൽ പഠിപ്പിക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു കാര്യം പോലും നമ്മൾ ഇതിനകത്ത് പഠിക്കില്ല. ഇപ്പം നിങ്ങളൊക്കെ A+B² പഠിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹൗ മെനി ഓഫ് യു ലേൺ A+B²? Everyone. But if I ask you what is the application, you will be confused. You don't know. You haven't used it, so, right? Trigonometry പഠിച്ച എത്ര പേരുണ്ട്? സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിക്കുന്ന എത്ര പേരുണ്ട്? എന്നിട്ട് ഇതുവരെ അപ്ലൈ ചെയ്തു എവിടെയെങ്കിലും? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളൊക്കെ ലൈഫിൽ പഠിക്കും. മനസ്സിലായില്ലേ? ഒരുപക്ഷെ ഇവിടുന്ന് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൽ മേ ബി 1 or 2 സ്റ്റുഡൻസ് ഉള്ളി ഇൻ ലൈഫിൽ അതിന്റെ ആപ്ലിക്കേഷൻ വരത്തുള്ളൂ. വി ഗോട്ട് എ സ്റ്റാൻഡേർഡ് സിലബസ് ആക്ച്വലി. അപ്പൊ അതനുസരിച്ചിട്ട് യു ആർ ഓൾ ലേണിംഗ് ദ സെയിം തിങ്, ആൻഡ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ ഗോയിങ് ടു ഡിഫറെന്റ് ഡയറക്ഷൻസ് വേർ ദിസ് ഈസ് നോട്ട് അപ്ലൈഡ്. ബട്ട് ടുഡേ നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്ന കോഴ്സിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം ഈ കോഴ്സിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അല്ല. ഐ ആം നോട്ട് ഗോയിങ് ടു ഡിസൈൻ ഇറ്റ്. ഐ വിൽ ജസ്റ്റ് ഗീവ് യു ദ ഗൈഡ് ലൈൻ. യു ആർ ഗോയിങ് ടു ഡിസൈൻ യുവർ സെൽഫ് യുവർ കരിക്കുലം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഈസ് 5 years ആയിരിക്കും. ആൻഡ് വി ആർ ഗോയിങ് ടു ലേൺ ലൈഫിൽ ആവശ്യമുള്ള 25 തിങ്സ് ആണ്. നമ്മുടെ സിലബസിനകത്ത് ദർ വിൽ ബി 25 ചാപ്റ്റേഴ്സ് ബേസിക്കലി, ഓർ 25 sections ഇൻ അവർ സിലബസ്. ഇനി ഓരോ സെക്ഷൻ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ 25, ആ 25-നകത്ത് എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം നമ്മൾ ഈ 25-ൽ ഏത് വാട്ട് എവർ യു സെലക്ട്, ഓക്കെ, പെർട്ടിക്കുലർ സബ്ജക്റ്റ്, അതിനെ സബായിട്ട് 10 നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ആ 10 ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം എഴുതിയിട്ട് വേണം അത് ഫൈനലൈസ് ചെയ്യാൻ. ബട്ട് ഐ വിൽ ഗൈഡ് യു. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് നിങ്ങളൊരു യു ആർ ക്ലൈംബിങ് എ ലാഡർ. ഓക്കെ, ഒരു ലാഡർ വിത്ത് 10 steps നിങ്ങളുടെ മൈൻഡിൽ കാണുക. ഒരു പെർട്ടിക്കുലർ തിങ് ഇഫ് യു ഡിസൈഡ് ടു ലേൺ, നിങ്ങൾ വിചാരിക്കുക ഹൗ ഐ ക്യാൻ ലേൺ. അപ്പോൾ യു സീ എ ലാഡർ ഇൻ ഫ്രണ്ട് ഓഫ് യു വിത്ത് 10 steps. അത് ഓരോ സ്റ്റെപ്പും ഇതിൻ്റെ ഓരോ കാര്യങ്ങളാണ്. വാട്ട് ഹാപ്പൻസ് വെൻ യു ക്ലൈംബ് എ ലാഡർ?
നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും യു ആർ ഗോയിങ് അപ്പ് അപ്പ് അപ്പ്, ശരിയല്ലേ? സോ നോളജ് ഓൾസോ നിങ്ങൾ ലേൺ ചെയ്യുമ്പോഴും എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നിങ്ങളിങ്ങനെ കയറുമ്പം യുവർ നോളജ് ഈസ് ബിൽഡിങ് അപ്പ്, യു ആർ ബിക്കമിങ് ആൻ എക്സ്പേർട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തീരുമാനിച്ചു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ തീരുമാനിച്ചു 5 years. ഈ 5 years കൊണ്ട് യു നീഡ് ടു ക്ലൈംബ് ഈ 25 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം. ബട്ട് ഈ 10th സ്റ്റെപ്പ് നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ 5 years കംപ്ലീറ്റ് ആവും. ദെൻ യു വിൽ ബി എ മാസ്റ്റർ ഇൻ ഓൾ ദീസ് 25 സബ്ജക്ട്സ്. ഓക്കെ, ആൻഡ് ഓൾ ദീസ് 25 ഈസ് റിയലി റിക്വയർഡ് ഫോർ യുവർ ലൈഫ്. എഗ്രീഡ്? ഓക്കെ, ഓക്കെ, നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. നിങ്ങളുടെയൊക്കെ സജഷൻ വരട്ടെ. നിങ്ങളുടെ ലൈഫിൽ സ്കൂളിൽ പഠിക്കാത്തതെങ്കിൽ വാട്ട് യു റിയലി നീഡ് ടു നോ ഇൻ യുവർ ലൈഫ്? ക്യാൻ വൺ ബൈ വൺ ക്യാൻ സേ സംതിങ്? നമ്മൾ അതിൽ നിന്നൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു 25 എണ്ണം എടുക്കാം. ഓക്കെ, ഡിസിപ്ലിൻ. ഓക്കെ, ഡിസിപ്ലിൻ, ഗുഡ് ബിഹേവിയർ. ഗുഡ് ബിഹേവിയർ. ഓക്കെ, Goal setting. Proper daily routine. Talent. Critical thinking. Proper daily. cricket, Goal setting. goal setting, Talent. Critical thinking. critical thinking, Sir, ഇത്രേ ഉള്ളൂ. obedience. ഇനി പറയൂ, Sir, എല്ലാവരും obedience. പറയും. Obedience. Sir, obedience. Sir, obedience. ഒബീഡിയൻസ്. ഓക്കെ, Respect. Respect. റെസ്പെക്ട്. ഓക്കെ, Problem solving. Honesty. Honesty. ഓക്കെ, ഓണസ്റ്റ്. Kindness. അപ്പൊ ഇതെല്ലാം ആക്ച്വലി വാട്ട് ഈസ് ഇറ്റ്? ഇതൊക്കെ ക്യാരക്ടറിനകത്ത് വരുന്ന കാര്യങ്ങളല്ലേ? നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു പ്രോബ്ലത്തിൽ പോയി പെടുമ്പോൾ രക്ഷപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് രക്ഷപ്പെടുന്ന എത്ര പേരുണ്ട്? Sir, swimming. 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 സ്വിമ്മിങ് പഠിക്കേണ്ട ഒരു സാധനമല്ലേ? Yes, sir. Sir, how to fight. ഒന്നാലോചിച്ച് ഇപ്പൊ നിങ്ങൾ Self-defense. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിനകത്ത് സ്വിമ്മിങ് ഒരു സബ്ജക്റ്റ് ആണെന്നിരിക്കട്ടെ. ഈ 5 വർഷം കൊണ്ട് ഈ 10 സ്റ്റെപ്പ് എങ്ങനെ സ്വിമ്മിങ്ങിനകത്ത് 10 സ്റ്റെപ്പ് നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? How to dive. How to take our breath for flow. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി ഫ്ലോട്ട് ചെയ്യാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? Yes, sir. ഫസ്റ്റ് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണം, അത് കഴിഞ്ഞ് ഫ്ലോട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നീന്തി തുടങ്ങണം. അപ്പൊ ആദ്യം നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് നീന്തും. പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിന് ഓക്കെ അത്യാവശ്യം നിങ്ങൾക്ക് നീന്തുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡൈവ് ചെയ്ത് നീന്താനായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിന് അടിയിൽ കൂടെ ഊളിയിട്ട് പോകുന്നത് നിങ്ങൾ പഠിക്കും. ബാക്കിലേക്ക് സ്വിം ചെയ്യാൻ പഠിക്കും. അങ്ങനെ സ്വിമ്മിങ്ങിന്റെ തന്നെ ഡിഫറെന്റ് ആയി കഴിയുമ്പോൾ ഒരു 5 വർഷം നിങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ മേലേക്ക് പോയി കഴിഞ്ഞാൽ 5 years കഴിയുമ്പോൾ നിങ്ങൾ നല്ലൊരു സ്വിമ്മർ ആവത്തില്ലേ? ദാറ്റ് മീൻസ് നിങ്ങൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ യു വിൽ സേവ് യുവർ സെൽഫ്. ഇത് കൂടാതെ മേ ബി യു വിൽ സേവ് യുവർ ഫ്രണ്ട് ഓൾസോ. നിങ്ങൾ നല്ലൊരു എക്സ്പെർട്ട് സ്വിമ്മർ ആയി കഴിഞ്ഞാൽ യു ക്യാൻ സേവ് അനദർ പേഴ്സൺ ഓൾസോ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെ പോയാലും കോൺഫിഡൻസ് കിട്ടത്തില്ല. വെള്ളം കണ്ടാൽ നിങ്ങൾ പേടിക്കും, ഇല്ലല്ലോ? നിങ്ങൾ എവിടെ വെള്ളം കണ്ടാലും എടുത്ത് ചാടി ഒന്ന് നീന്തി. അപ്പം അത് നിങ്ങൾക്ക് എൻജോയ്മെന്റിന് യൂസ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ വലിയ ആവശ്യമുള്ളൂ. എപ്പോഴാണ് നിങ്ങൾ നാളെ ഒരു തവണ വെള്ളത്തിൽ വീഴുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി 1 in 1000 ചിൽഡ്രൻ ഇൻ ദ വേൾഡ് ഈസ് ഡൈയിങ് ബിക്കോസ് ഓഫ് സ്വിമ്മിങ് അറിയാത്തതിന്റെ പേരിൽ മരിക്കുന്നവരുണ്ടാവും, ശരിയല്ലേ? Yes, sir. സോ ലേണിംഗ് സ്വിമ്മിങ് ഈസ് നോട്ട് എ ക്രൈം. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളുടെ 25 ലിസ്റ്റിനകത്ത് സ്വിമ്മിങ് നമുക്ക് എഴുതിക്കൂടെ? Yes, sir, we can. ഓക്കെ, അതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ. സ്വിമ്മിങ് പോലെ നമുക്ക് Self-defense. സെൽഫ് ഡിഫെൻസ്. നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും സെൽഫ് ഡിഫെൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് നമ്മുടെ കൂടും. പിന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും അടി കിട്ടാതെ നമുക്ക് നോക്കാം, ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈ സെൽഫ് ഡിഫെൻസ് തുടങ്ങി കഴിഞ്ഞാൽ എന്താ ഈ 5 വർഷം കൊണ്ട് നമ്മൾ എവിടെ എത്തും? 5 years നിങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കരാട്ടെ ആണ് നിങ്ങൾ പഠിക്കും. ഇപ്പം സെൽഫ് ഡിഫെൻസിൽ തന്നെ there are different things. ജൂഡോ ഈസ് there, കരാട്ടെ ഈസ് there, തൈക്കോണ്ടോ ഈസ് there, അങ്ങനെ പലതുണ്ട്, കളരി ഈസ് there. അപ്പൊ നിങ്ങൾ ഇപ്പം കരാട്ടേക്കാണ് നിങ്ങൾ പോകുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും യു ആർ ഗോയിങ് ടു ഗെറ്റ് ഡിഫറെന്റ് ബെൽറ്റ്. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ ആവത്തില്ലേ? Yes, sir. ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ സേവ് ചെയ്യാം. അത് കൂടാതെ യു ക്യാൻ ബിക്കം എ മാസ്റ്റർ. നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറിന് മറ്റൊരാളെ ക്ലാസ് എടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് നാളെ ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നതിനകത്ത് കുറച്ച് പേര് ചിലപ്പം യു ബിക്കം എ ഗുഡ് ഇൻസ്ട്രക്ടർ ഓൾസോ. യു ക്യാൻ മേക്ക് മണി ഓൾസോ, റൈറ്റ്? ഇറ്റ് ക്യാൻ ബി യുവർ പ്രൊഫഷൻ. ഫുൾ ടൈം ആവാം,
പാർട്ട് ടൈം ആവാം. സ്വിമ്മിങ് അതുപോലെ തന്നെ. ഇഫ് യു ആർ എ വെരി ഗുഡ് സ്വിമ്മർ യു ക്യാൻ ബിക്കം എ സ്വിമ്മിങ് ഇൻസ്ട്രക്ടർ. അതിനൊരു ഇൻഡസ്ട്രി ഉണ്ട് ആക്ച്വലി. ഈ സ്വിമ്മിങ് ഇൻസ്ട്രക്ടേഴ്സിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ദർ ആർ വേൾഡ് വൈഡ് മേ ബി 1 million പീപ്പിൾ മേ ബി സ്വിമ്മിങ് ഇൻസ്ട്രക്ടേഴ്സ് ആയിരിക്കും. ഇപ്പൊ കേരളത്തിൽ തന്നെ എത്രയോ പേരുണ്ട് സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ലോകം മുഴുവൻ എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. അപ്പൊ ഇറ്റ് ഇസ് എ ഫീൽഡ്. സ്വിമ്മിങ് അറിയാവുന്ന, ഇപ്പം സ്വിമ്മിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ബിക്കം നാളെ ഡൈവിംഗ് ജോബിന് പോവാം. ശരിയല്ലേ? അങ്ങനെ സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രൊഫഷൻ ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ സ്വിമ്മിങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1 million ജോബ്സിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് പോയി പ്ലേസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ദാറ്റ് മീൻസ് ദർ ഇസ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നിങ്ങൾ തിയറി മാത്രമല്ല. ഇപ്പം സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന എല്ലാം തിയറിയാണ്, മനസ്സിലായില്ലേ? അതിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ യു ഡോണ്ട് നോ റിയലി. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. നിങ്ങൾ A+B² പഠിച്ചു, യു ഡോണ്ട് നോ ദ റിയൽ ആപ്ലിക്കേഷൻ. സൈൻ തീറ്റ കോസ് തീറ്റ പഠിച്ചു, യു ഡോണ്ട് നോ ദ റിയൽ ആപ്ലിക്കേഷൻ. പക്ഷേ നമ്മുടെ കോഴ്സിനകത്ത് 25 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാത്തിനും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആൻഡ് അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസും വി വിൽ എൻഷുർ. അപ്പം നത്തിങ് ഈസ് വേസ്റ്റ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ഇത് പഠിക്കുന്നത് ഒരു വേസ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പം നമ്മൾ 2 പഠിച്ചു. ഇനി 1 കൂടെ പറ. നല്ല സ്മാർട്ട് കുട്ടികൾ നിങ്ങളെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കും. 25 നിങ്ങളെ കൊണ്ട് ഞാൻ പറയും. ഓക്കെ, സെൽഫ് ഡിഫെൻസ് പറഞ്ഞു, ഇത് പറഞ്ഞു, സ്വിമ്മിങ് പറഞ്ഞു, വേറെ പറഞ്ഞു. കുക്കിംഗ്. യാ, നിങ്ങൾ കുക്ക് ചെയ്ത് എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ അമ്മയുടെ കൂടെ നിന്ന് കുക്കിംഗ് പഠിച്ചാൽ എന്താ ഗുണം? ഇതിനെങ്ങ് അമ്മയുടെ കൂടെ നിന്ന് പഠിക്കാനായിട്ട് പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പഠിക്കാം. അമ്മയുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു 20-25 ഡിഷ് പഠിച്ചു കഴിഞ്ഞാൽ സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും വേണ്ട, ഒരു 10 ഡിഷ് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഫുഡ് ഉണ്ടാക്കി കഴിച്ചൂടെ, വീട്ടിലുണ്ടാക്കിയതുപോലെ. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് പാഷൻ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ വൺ ഓഫ് യു ബിക്കം എ ഷെഫ്. ശരിയല്ലേ? അപ്പം നിങ്ങൾ എന്താണ് 5 വർഷം കൊണ്ട് ശരിക്കും ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളത്തെ ഒരു ഷെഫായിട്ട്, എന്താണ് ഷെഫ് പിള്ള എന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര ഫേമസ് ഷെഫുമാരില്ലേ, അപ്പം അതുപോലുള്ള ഷെഫായിട്ട് വല്ല 5 സ്റ്റാർ ഹോട്ടലിലും അവിടെ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം. ചിലപ്പം നിങ്ങളുടെ ഈ 10 സ്റ്റെപ്പിനകത്ത് 8th സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്നത് ഐ വിൽ സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ കുക്കിങ്ങിന്. അപ്പോൾ നിങ്ങൾ അമ്മയുടെ കൂടെ നിന്നിട്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല, അമ്മയുടെ കൂടെ ഇപ്പം നാളെ തന്നെ വേണേൽ തുടങ്ങാം നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ. നിങ്ങൾ പറയുകയാണ് ഐ ആം ഗോയിങ് ടു ലേൺ കുക്കിംഗ്, ടുഡേ ഓൺവേർഡ്സ് ഐ ആം ഗോയിങ് ടു ലേൺ കുക്കിംഗ്. ഇന്ന് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്, അമ്മ ഈസ് ഗോയിങ് ടു ടീച്ച് മീ. അപ്പോൾ നിങ്ങൾ മൊബൈലും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, അമ്മ പറഞ്ഞു തരുന്നു ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു, നിങ്ങൾ അത് അരിയുന്നു, നിങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഓരോ ഡിഷ് ഇടുമ്പം നിങ്ങൾക്ക് ചിലപ്പം 1 million ഫോളോവേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യം ഇത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 1 million ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് റവന്യൂ കിട്ടത്തില്ലേ? നിങ്ങളൊരു ബ്ലോഗറായിട്ട് മാറും, നിങ്ങൾ ഷെഫായിട്ട് മാറും. സോ ദർ ആർ സോ മെനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ദർ ഓൾസോ. ഇനി ഏതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജോബ് പറ ലൈഫിൽ നിർബന്ധമായിട്ട്? അതായത് നിങ്ങൾ ഓൾവേസ് ഡിപ്പെൻഡ് ആവാതെ നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കാര്യങ്ങളില്ലേ ലൈഫ് വീട്ടില്? എന്താണ്? ഡ്രൈവിംഗ്. ഓക്കെ, ഈ ടൈമിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലൈസൻസ് കിട്ടത്തില്ല, പക്ഷെ നിങ്ങൾക്ക് സൈക്ലിംഗ് പഠിച്ചൂടെ? ഇപ്പൊ സൈക്ലിംഗ് പഠിക്കാനുള്ള ഗുണം എന്തൊക്കെയാണ്? നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് കിട്ടും. നാളെ സ്കൂട്ടർ ഓടിക്കാനോ ബൈക്ക് ഓടിക്കാനോ ഇറ്റ് ഈസ് ഗുഡ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. സൈക്കിൾ അറിയാവുന്ന ഒരാൾക്ക് സ്ട്രെയിറ്റ് അവേ ബൈക്ക് ഓടിക്കാൻ വളരെ ഈസിയാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് യു സേവ് എ ലോട്ട് ഓഫ് ടൈം. നിങ്ങളിപ്പോൾ നടന്നു പോകുമ്പം നിങ്ങൾക്ക് ഒരു 1 kilometer പോകുന്നതിൻ്റെ ഒരു 1/4 or 1/5 ടൈം മതി നിങ്ങൾ സൈക്കിളിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ യു സേവ് എ ലോട്ട് ഓഫ് ടൈം. പിന്നെ സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ശരിയല്ലേ? ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ പോവാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബൈസൈക്കിളിലൂടെ പോകുമ്പോൾ ഒക്കെ. പിന്നെ പക്ഷെ സൈക്ലിങ്ങിൽ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സൈക്കിളിൽ നിന്ന് വീഴുന്നത് പോലും ഇനഫ് ഫോർ യു ടു, നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ ഒരു ഡെത്ത് ഉണ്ടാവാനുള്ള ചാൻസ് അല്ലെങ്കിൽ കോമയിൽ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ സൈക്കിൾ എവിടുമ്പോൾ വെറുതെ സൈക്കിൾ എടുത്തങ്ങ് പോവുകയാണ്, മനസ്സിലായില്ലേ? പക്ഷേ യൂറോപ്യൻസൊക്കെ സൈക്കിൾ എവിടുന്ന് കണ്ടിട്ടുണ്ടോ? അവർ നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന റേസിംഗ് സൈക്കിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ദേ ഓൾവേസ് വെയർ എ ഹെൽമെറ്റ്. അപ്പോൾ നിങ്ങൾ സേഫ്റ്റിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വേണം. സൈക്കിൾ ഉപയോഗിക്കാം, പക്ഷേ നിങ്ങളുടെ ഒരു നോർമൽ സ്പീഡിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഹൈ സ്പീഡിലാണ് പോകുന്ന ഒരു ആവശ്യമെങ്കിൽ ഓൾവേസ് ഈ സൈക്ലിങ്ങിന് പോകുന്നവർ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് വേറെയാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓപ്പൺ ഹെൽമെറ്റ് ഉണ്ട്, ഒരു സ്പ്രിങ് പോലെ സാധനം തലയ്ക്ക് മുകളിൽ വരുന്നത്.
അപ്പോൾ അതുപോലുള്ള ഹെൽമെറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം. അപ്പം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നിങ്ങൾ എപ്പോഴും നോക്കിയിരിക്കണം സൈക്കിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. കാര്യം അല്ലെങ്കിൽ തല പോയി ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോമയിലായി പോകും. ഓക്കെ, അപ്പോൾ സൈക്ലിംഗ് ഈസ് എ വെരി ഗുഡ് തിങ്. ഇനി ആ സൈക്ലിങ്ങിൽ തന്നെ ഇറ്റ്സ് എ സ്പോർട്സ് ഈവൻറ്റ്. അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ നാളെ ഒരു നല്ലൊരു സൈക്ലിങ്ങിൻ്റെ സ്പോർട്സിനകത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ഇപ്പം ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരുപാട് പേര് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അവരൊരു ഹെൽത്തിൻ്റെ പാർട്ടാണ്. അതിനേക്കാളേറെ നിങ്ങളിപ്പം ഡെയിലി ഓഫീസിലേക്ക് നിങ്ങൾക്ക് ഒരു സ്കൂട്ടർ എടുത്ത് പോകാം, അല്ലെങ്കിൽ സൈക്കിളിൽ പോകാം. ഒരു 5 കിലോമീറ്റർ ഉണ്ട്, 5 കിലോമീറ്റർ നിങ്ങൾ സൈക്കിളിലാണ് പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ്? ഒന്ന്, നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആവും. സെക്കൻഡ്, യു ആർ നോട്ട് ബേണിങ് ഫ്യൂവൽ. നിങ്ങൾ ഫ്യൂവൽ കത്തിക്കാതിരുന്നു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? യു ആർ സേവിങ് മണി, നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്നില്ല. 1. രണ്ടാമത്, ഗ്ലോബൽ വാർമിങ്ങിന് നിങ്ങൾ എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. മൂന്നാമത്, ഇന്ത്യൻ എക്കണോമി. കാര്യം ഫ്യൂവൽ ഈസ് സംതിങ് ഇന്ത്യ ഈസ് ഇമ്പോർട്ടിങ് ഫ്രം എബ്രോഡ്. അപ്പോൾ നമ്മൾ എബ്രോഡിൽ നിന്ന് ഒരു സാധനം എപ്പോൾ വാങ്ങിയാലും ഫോറിൻ മണി കൊടുക്കണം. അപ്പം നമ്മുടെ എക്കണോമി ശരിക്കും നിൽക്കുന്നത് നമ്മുടെ ഫോറിൻ റിസർവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ ഫോറിൻ റിസർവ് നമ്മൾ ഡ്രെയിൻ ചെയ്യുകയാണ് നമ്മൾ വെൻ യു ആർ ബേണിംഗ് 1 ലിറ്റർ ഫ്യൂവൽ. അപ്പം അവിടെ നിങ്ങൾക്ക് സൈക്കിളിൽ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ 5 കിലോമീറ്റർ അപ്പുറമുള്ള ഓഫീസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകുമ്പോൾ 10 കിലോമീറ്റേഴ്സ് ആയി. നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിൽ ഓൾമോസ്റ്റ് 1 ലിറ്റർ പെട്രോൾ നിങ്ങൾ ബേൺ ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ അതേസമയം സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ആ 10 കിലോമീറ്റേഴ്സ് നിങ്ങൾ സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ഇനഫ് ഫോർ യു ടു ഡെയിലി എക്സസൈസ് ആയി. നിങ്ങൾ പൈസ സേവ് ചെയ്തു. 1 ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണ് ഇപ്പം? ഇന്നത്തെ പെട്രോളിന്റെ വില എത്രയാ? Sir, 1.5 per liter. അത് ഇവിടുത്തെ ദുബായിലെ അല്ല, ഇന്ത്യയിലെ റേറ്റ് എത്രയാണ്? India 107.5. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. 103.5. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫ്യൂവലിന്റെ വില അറിയാം. യു എയിലുള്ളവർക്ക് കുഴപ്പമില്ല, അവർ യു എയുടെ എക്കണോമി അധികം ട്രെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം വി ആർ ട്രെയിനിങ് ഇന്ത്യൻ എക്കണോമി. അപ്പം അത് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പം നമ്മൾ ജപ്പാനിലും ജർമ്മനിയിലും ഇതുപോലെ തന്നെ. ജർമ്മനിയിൽ പോയാലും നിങ്ങൾക്ക് ഒരുപാട് പേരെ കാണാം. അവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. സൈക്കിളിലാണ് അവർ മിക്കവാറും പലയിടത്തും പോകുന്നത്. ഷോർട്ട് ഡിസ്റ്റൻസുകളെല്ലാം സൈക്കിളിലാണ് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ പറയൂ. ഒരു അടുത്ത സാധനം 3 കഴിഞ്ഞു. ഇനി അടുത്ത് പറ. നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു പോകാം പഠിക്കേണ്ട കാര്യങ്ങൾ. Lyrics and song. ഹോം മേക്കിംഗ്, റൈറ്റ് അല്ലേ? No, lyrics and song making. ലിറിക്സ് ആൻഡ് സോങ് മേക്കിംഗ്. ഓക്കെ, റൈറ്റ്. അതിനിപ്പോ എല്ലാവർക്കും ചിലപ്പോൾ ലിറിക്സ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ടാലന്റ് ഉള്ളവർക്ക് ചെയ്യാം. നൗ AI ഈസ് ദർ, യു ക്യാൻ യൂസ് ഇറ്റ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മ്യൂസിക് ഉണ്ടാക്കാം. ഇറ്റ്സ് എ മാർക്കറ്റ് ഈസ് ദർ and it's an entertainment. It's not a bad idea. Okay, next one. Sir, money making. Sir, first aid. Yes sir. Yeah. ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്, തീർച്ചയായിട്ടും അറിയാം. ഫസ്റ്റ് എയ്ഡിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കും? ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് ആണ്. ആ 10 ലാഡേഴ്സിനകത്ത് നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവരികയാണെങ്കിൽ വാട്ട് ഓൾ തിങ്സ് യു വിൽ ഡു? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാക്കി വെക്കും. ശരിയല്ലേ? ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണ്ടേ വീട്ടിൽ? പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ഷോർട്ട് ടൈം കോഴ്സസ് നിങ്ങൾ 2-3 എണ്ണം യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ വാട്ട് ഓൾ തിങ്സ് ഫസ്റ്റ് എയ്ഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും, ചെറിയ ഇപ്പം വല്ല മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പം ChatGPT എടുത്ത് പോയിട്ട് ചോദിക്കുക, പ്ലീസ് ഗീവ് മീ 10 steps ഫോർ മൈ കരിക്കുലം ഓൺ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ChatGPT തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് എയ്ഡ് ഒക്കെ നിങ്ങൾ ഭയങ്കര പാഷനേറ്റോടുകൂടി ചെയ്തുള്ള ഗുണം എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സിംറ്റം ദാറ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കരിയർ ഡിസൈനകത്ത് എയ്തർ ഇപ്പം ഫസ്റ്റ് എയ്ഡിൽ ആ സജസ്റ്റ് ചെയ്ത ആൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് അങ്ങനെ ഒരു ഐഡിയ വരാനുള്ള കാര്യം മേ ബി യു ഹാവ് എ പാഷൻ ടുവേർഡ്സ് മെഡിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പാഷൻ ഉണ്ട്, അല്ലെ മെഡിക്കൽ സയൻസിലേക്ക്. അപ്പം നാളെ യു ക്യാൻ ബി എ നല്ലൊരു എന്താവാം, നേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഒരു ഡോക്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ ഒരു ഫാർമസിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ മെഡിക്കൽ ഫീൽഡിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ശരിയല്ലേ? അപ്പം ഫസ്റ്റ് എയ്ഡ് തീർച്ചയായിട്ടും ഇപ്പം വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉള്ള എത്ര പേരുണ്ട്? എല്ലാവർക്കും ഉണ്ടോ? ഓക്കെ. ഈ നിങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഏറ്റവും ലാസ്റ്റില് ഇത് എന്താണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി തന്നായിരുന്നു? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും.
ഓക്കെ, അത് നോക്കണം. കാര്യം പണ്ട് ഞങ്ങളുടെ ഓഫീസിൽ ഇതുപോലെ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണമെന്ന് പറഞ്ഞ് വെച്ച് ഒരു ദിവസം ഞാൻ പോയിട്ട് ഈ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മിക്കവാറും എല്ലാം എക്സ്പയർ ആയിട്ടിരിക്കുക. മനസ്സിലായില്ല? അപ്പം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് എക്സ്പയർ ആയ സാധനങ്ങൾ വെക്കരുത്. എക്സ്പയർ ആയി കഴിഞ്ഞാൽ അത് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല, അതിനേക്കാളേറെ ഡേഞ്ചറസ് ആണ്. ശരിയല്ലേ? അപ്പം എന്തൊക്കെ വേണം, അപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെ ChatGPT ഉപയോഗിച്ചാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വെക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇനി അതിൽ സ്പൂൺ ഫീഡിങ് ഇല്ല, ജസ്റ്റ് ഗൈഡൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഗുരു നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ഗൂഗിൾ ഈസ് ദർ, ChatGPT ഈസ് ദർ. നിങ്ങളുടെ ബെസ്റ്റ് ഓൺലൈൻ മെന്റേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരിക്കലും പറയരുത് എനിക്ക് അത് അറിയില്ലായിരുന്നു, എനിക്ക് പറഞ്ഞു തന്നില്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നിങ്ങൾക്ക് എപ്പം ഡൗട്ട് വന്നാലും നേരെ പേരൻസിൻ്റെ അടുത്ത് പറയുക, എനിക്ക് ഐ നീഡ് ദറ്റ് മൊബൈൽ, ChatGPT അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ചോദിക്കുക, എനിക്ക് ഗൈഡൻസ് പറഞ്ഞാൽ ടെക് എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്ത പറ. Sir, we should know how to put out a fire. ഓക്കെ. ഫയർ അണയ്ക്കുന്നത് എങ്ങനെയാണ്? അപ്പം നോർമലി എന്തൊക്കെയാണ് ഫയർ അണയ്ക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ ചാൻസ് ഉള്ളത്? ഫയർ എക്സ്റ്റിംഗ്വിഷർ വേണം. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ ഏത് ഫയറും അണയ്ക്കാൻ പറ്റുമോ? No, sir. അപ്പൊ ഫയർ, അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ, ഫയർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയറിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ അതിനകത്ത് ഓയിൽ ഫയർ ഉണ്ട്, മെറ്റൽ ഫയർ, പല ടൈപ്പ് ഫയർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഓരോന്നിനും ഡിഫറെന്റ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ചിലപ്പം ഇലക്ട്രിക് ഫയർ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, മറ്റു മെറ്റീരിയൽ കത്തുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫോം ടൈപ്പ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രൈ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. അപ്പം ഏതൊക്കെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, അത് എങ്ങനെ അടിക്കണം, അല്ലാതെ നിങ്ങളിപ്പോൾ ഓയിലിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് വാട്ടർ അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു ഓയിൽ ഫയർ ഉണ്ടാവുകയാണ്, അതിന്റെ പുറത്ത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അണയോ? Explosion. ഇല്ല. കാര്യം എന്താണ് വെള്ളത്തിന്റെ മുകളിൽ ഈ ഓയിൽ സ്പ്രെഡ് ആവും, എന്നിട്ട് അവിടെ കിടന്ന് കത്തത്തേ ഉള്ളൂ. ഒരിക്കലും ഓയിൽ ഫയറിന്റെ പുറത്ത് വെള്ളം അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? അപ്പം നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫയർ നടക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ഷോക്ക് അടിക്കും. ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് ഉള്ള ഏറ്റവും വലിയ ഗുണം എന്താ? ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാ വരുന്നത്? സർവൈവലിന് വേണ്ടി. ആദ്യം നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്റ്റിംഗ്വിഷ്, നിങ്ങൾക്ക് ആ ഫയർ കറക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനേക്കാളേറെ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാര്യമാണ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പം അതിനകത്ത് എല്ലാ ഇൻഡസ്ട്രിയിലും, ഓൾ ബിഗ് ഇൻഡസ്ട്രിയിൽ ഫയർമാൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് കോഴ്സുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴേ അത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ യു ക്യാൻ ബി നാളെ ഒരു സേഫ്റ്റി ഓഫീസറായിട്ട് മാറാൻ പറ്റും. പലയിടത്ത് എവിടെ പോയി കഴിഞ്ഞാലും മില്യൺസ് ഓഫ് വേക്കൻസീസ് ആണ് വേൾഡിലുള്ളത് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ. അപ്പം അതിന് ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പം അത് ഒരിക്കലും ഒരു നഷ്ടമല്ല. കണ്ടോ, ഇതിപ്പം ഞാനൊന്നും പറഞ്ഞു തന്നില്ല, നിങ്ങൾ തന്നെയാണ് സബ്ജക്ട് പറഞ്ഞ്, നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് കരിയർ ഡിസൈൻ നടത്തേണ്ടതെന്ന്? അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ ഒന്നും ചോദിക്കേണ്ട, സാറിന്റെ അടുത്തോ നിങ്ങളുടെ പേരൻസിന്റെ അടുത്തോ ചോദിക്കേണ്ട, നേരെ ഗൂഗിളിൽ കയറി നോക്കുക, അല്ലെങ്കിൽ ChatGPT ഇത് നമ്പർ 1, അത് കയറിയിട്ട് നോക്കുക, അല്ലെ ബാഡിന്റെ അടുത്ത് ചോദിക്കുക, എന്താണ് വാട്ട് ഓൾ തിങ്സ് ഐ ക്യാൻ ലേൺ ഫ്രം ദിസ് വൺ, ഹൗ ക്യാൻ ഐ ഗെറ്റ് എ ജോബ്, വേർ ഇസ് ദ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ കീപ്പ് ഓൺ ഗിവിങ്. അപ്പം ഇതിനകത്ത് ഞാൻ ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ പറ്റും, എപ്പോഴും എടുക്കാൻ പറ്റും, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് സ്പെൻഡിങ് മണി, വാട്ട് ഓൾ തിങ്സ് ഐ ക്യാൻ ലേൺ, വീട്ടിൽ എന്തൊക്കെ വെക്കാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ സ്കൂൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും എനിക്ക് വേറെ ഒന്നിനും പോകണ്ട, ഐ വാണ്ട് ടു ബിക്കം എ സേഫ്റ്റി ഓഫീസർ എന്ന് പറയും. ശരിയല്ലേ? ഏറ്റവും പവർഫുൾ ആണ്. പല വലിയ ഓർഗനൈസേഷനിലെ ഏറ്റവും പവർഫുൾ പോസ്റ്റുകളിൽ ഒന്നാണ് സേഫ്റ്റി ഓഫീസർ. കാര്യം സേഫ്റ്റി ഓഫീസറിന് അവിടുത്തെ സിഇഒയെ പോലും ഒരിടത്ത് ഇവിടെ കയറരുത്, ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല. സേഫ്റ്റി ഷൂ ഇല്ലാതെ ഉള്ളിലേക്ക് വരാൻ അവിടുത്തെ ചെയർമാൻ വന്നാൽ പോലും സേഫ്റ്റി ഓഫീസർക്ക് പറയാൻ പറ്റില്ല. യു നീഡ് ടു ഹാവ് ദ ഹെൽമെറ്റ്, യു നീഡ് ടു ഹാവ് ദ സേഫ്റ്റി ഷൂ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പം അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി അടുത്തൊരു ജോബ് പറ. Sir, we should learn how to make fire in nature without the use of matchsticks. ഓക്കെ. ഒരു എമർജൻസിക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ബേസിക് സാധനം. ഓക്കെ, പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ സ്റ്റോൺ ഏജിൽ ആവശ്യമുള്ള സാധനമാണ്. നമ്മൾ അഡ്വാൻസ് സാധനത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് സമയം ലാഭിക്കുന്ന പരിപാടിയാണ്. മറ്റേത് ഇട്ട് നമുക്ക് ഇങ്ങനെ കല്ല് ഒരച്ചൊക്കെ നമുക്ക് ഫയർ ഉണ്ടാക്കാം.
മനസ്സിലായില്ല? അത് പക്ഷേ എപ്പോഴും നമുക്ക് ആവശ്യമില്ല. അത് വല്ല വൺസ് ഇൻ എ മില്യൺ എന്താണ് ചാൻസേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ള ചാൻസ് വരും. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്താണ്? എഫിഷ്യൻസി കൂട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഫയർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല, അത് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് യു ക്യാൻ ലേൺ ഇറ്റ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ റിയലി എ പ്രൊഫഷൻ അല്ലത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 25 എണ്ണം സെലക്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഏറ്റവും ആവശ്യമുള്ള ലൈഫിൽ ആവശ്യമുള്ള സാധനമാണ്. ഇനി വേറെ പറ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻസ് മാനേജ്മെന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നിങ്ങളുടെ ലൈഫിൽ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സംസാരിച്ചാണ്. അതിപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് ഫിനാൻസ് മാനേജ്മെന്റ്. അത് നിങ്ങൾ കൊച്ചു കുട്ടിയായിരിക്കും പറഞ്ഞത്. നിങ്ങളുടെ പോക്കറ്റ് മണി ഇപ്പൊ ഇന്ന് ചിലപ്പോൾ 10 രൂപയായിരിക്കും. 10 രൂപ കിട്ടുന്ന എത്ര പേരുണ്ട് പോക്കറ്റ് മണി ആയിട്ട് ഡെയിലി? ആർക്കും ഒന്നും കിട്ടാറില്ല, പോക്കറ്റ് മണി ഒന്നും കിട്ടാറില്ല. വീക്ക്ലി 10 dirhams കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ഞങ്ങൾ നോക്കട്ടെ നിങ്ങൾക്ക് പോക്കറ്റ് മണി കൂട്ടിത്തരാൻ പറ്റുമോന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ. എനിവേ, വാട്ട് എവർ ഇറ്റ് ഈസ്, എത്രയാണെങ്കിലും ഒരിക്കലും അത് പോയി കടം വാങ്ങുകയോ അല്ലെങ്കിൽ പേരൻസിന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, മൈ ഏണിംഗ് ഈസ് 10 dirhams. നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ 10 dirhamsന് ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഐ സ്പെൻഡ് ദീസ് തിങ്സ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് 10 dirhams ഈസ് നോട്ട് ഇനഫ് ഫോർ മീ, I need to get 25 dirhams വീക്ക്ലി ഉണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കും. അപ്പം 15 dirhams നിങ്ങൾ ഏൺ ചെയ്യാനുള്ള മെത്തേഡ് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്ക് അത് പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പം ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അരമണിക്കൂർ വർക്ക് ചെയ്തപ്പം മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുമ്പം 10 പൈസ തരുമായിരുന്നു അന്ന്. ഇന്നത്തെ 10 dirham പോലെയാണ് അന്ന് 10 പൈസ എന്ന് പറഞ്ഞാൽ. അപ്പം എനിക്കറിയാം എൻ്റെ ഹാഫ് ആൻ അവർ വർക്കിന് ഉള്ള വാല്യൂ ആണ്, എൻ്റെ ടൈമിൻ്റെ വാല്യൂ ആണ് 10 പൈസ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പേരൻസിൻ്റെ അടുത്ത് പറയാം, ഐ ആം റെഡി ടു ഡു, എനിക്ക് ഗീവ് മീ സം ജോബ്, ഐ വിൽ ഡു ഇറ്റ്, ബട്ട് യു നീഡ് ടു പേ സംതിങ് ഫോർ മീ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീക്കിലി നിങ്ങളൊരു 5 മണിക്കൂർ പേരൻസ് പറയുന്ന എന്തെങ്കിലുമൊക്കെ ജോബ്സ് ചെയ്യുമ്പം യു ക്യാൻ ചാർജ് ഫോർ ദാറ്റ്. യു ഷുഡ് സേ ദാറ്റ് ഐ നീഡ്, എൻ്റെ അവർലി റേറ്റ് 2 dirhams ആണ് എൻ്റെ അവർലി റേറ്റ്. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ 5 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര dirhams കിട്ടും? 10 dirhams കിട്ടത്തില്ലേ? അങ്ങനെ നിങ്ങൾക്ക് മണി ഉണ്ടായിക്കൂടെ? അപ്പം പേരൻസിൻ്റെ അടുത്ത് പറയണം ഐ വാണ്ട് ടു വർക്ക്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പേരൻസിന് ഭയങ്കര ഹാപ്പി ആവും. കാര്യം കുട്ടികൾ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവർ ദേ ആർ നോട്ട്, ഒരു ജോബ് ചെയ്യാൻ മടിയാണ്. അവരതൊരു കാര്യം പറഞ്ഞാൽ ചെയ്യാറില്ല. അപ്പം നിങ്ങൾ നല്ല യൂസ്ഫുൾ ജോബ്സ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ, നിങ്ങൾക്കൊരു പ്രൈസ് ടാഗ് ഇടാം, നിങ്ങളുടെ ഒരു അവർലി റേറ്റ് എത്രയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അരമണിക്കൂറിന് 10 പൈസയായിരുന്നു ഞാൻ ഇട്ടിരുന്ന പ്രൈസ് ടാഗ്. ഞാൻ അരമണിക്കൂർ ചെയ്യുമ്പോൾ എനിക്ക് 10 പൈസ കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു ആ ജോബ് ചെയ്താൽ. അതുപോലെ നിങ്ങൾക്ക് ഡെയിലി 1 hour ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേരൻസിൻ്റെ പറയാം ഐ വിൽ വർക്ക് 1 hour, എനിക്ക് 1 dirhams തരിക. അല്ലെങ്കിൽ തന്നു കഴിഞ്ഞാൽ പേരൻസ് ആർ വെരി ഹാപ്പി, അവരെന്തെങ്കിലുമൊക്കെ ജോബ് തരും. മനസ്സിലായില്ലേ? അല്ല, ഹൗസ് ഹോൾഡ് ഇതൊക്കെ കാര്യങ്ങൾ, ഇപ്പം വീട് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തോളാം അതല്ല പറയാ. എവറി വീക്ക് ഞാൻ നമ്മുടെ ഫ്രിഡ്ജ് മൊത്തം ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചോളാം. അങ്ങനെ ഓരോ വീട്ടിൽ മൊത്തം ചെടിക്ക് മൊത്തം ഞാൻ വെള്ളം ഒഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ജോബ്. അതിന് ഐ നീഡ്, വെറുതെ പൈസ ചോദിക്കരുത്. ഐ വിൽ വർക്ക്, ഐ നീഡ് പോക്കറ്റ് മണി എന്ന് പറയുക. അതൊരു കൾച്ചറായിട്ട് മാറും. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ടു മേക്ക് മണി. ഈ എൻ്റെ അപ്പോൾ അവർലി റേറ്റ് കുറേ, നിങ്ങൾ വലുതാകുമ്പം നിങ്ങളുടെ നോളജ് കൂടുമ്പം നിങ്ങൾ മറ്റു മോർ റെസ്പോൺസിബിൾ ജോബ് ആകുമ്പോൾ ഈ 1 dirham എന്നുള്ളത് പിന്നെ 5 dirhams ആവും, 10 dirhams ആവും. ഇന്ന് അവർലി റേറ്റ് ചില അഡ്വാൻസ് ജോബ്സിനൊക്കെ $100 ഒക്കെ കിട്ടുന്ന ജോബ്സ് ഉണ്ട്. 1 മണിക്കൂർ വർക്ക് ചെയ്താൽ $100 കിട്ടുന്ന ജോബ്സ് ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ആ രീതിയിലേക്കൊക്കെ നിങ്ങൾ മെല്ലെ മെല്ലെ അപ്പം നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ മാറ്റും. നിങ്ങൾക്കറിയാം ഈ ഇപ്പം ഞാനൊരു വെൽഡറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവർലി കിട്ടുന്നത് മേ ബി 10 dirhams ആയിരിക്കും, അല്ലെങ്കിൽ $10 ആയിരിക്കും. അതേസമയം ഈ വെൽഡർ തന്നെ ഞാൻ കുറച്ചുകൂടെ അപ്സൈസ് ചെയ്ത് ഞാൻ റോപ്പിൽ പോയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3 times എനിക്ക് കിട്ടുമെന്നറിയാം. അപ്പം അങ്ങനെ നിങ്ങൾ മെല്ലെ മെല്ലെ നിങ്ങളുടെ അവർലി റേറ്റിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി വരാൻ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. ഓക്കെ, അടുത്തത് കമ്പ്യൂട്ടർ മാനേജ്മെന്റ്. കമ്പ്യൂട്ടർ മാനേജ്മെന്റ്, യാ. ഇതിൽ നിങ്ങളുടെയൊക്കെ പേരൻസിന് പലപ്പോഴും ഉള്ള ബുദ്ധിമുട്ടാണ്. ദേ ആർ നോട്ട്, അവരൊക്കെ ഓൾഡ് സ്കൂൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് ദേ ആർ നോട്ട് വെരി ഗുഡ് ഇൻ കമ്പ്യൂട്ടർ മാനേജ്മെന്റ്, മൊബൈൽ മാനേജ്മെന്റ്. ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? സൈബർ സെക്യൂരിറ്റി വലിയ പ്രോബ്ലം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ എല്ലാം കൂടെ പാക്കേജ് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ലേൺ ചെയ്തിട്ട് പേരൻസിന് പറയാം ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ എൻറ്റയർ നമ്മുടെ വീട്ടിലെ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യം ഞാനെല്ലാം നോക്കിക്കോളാം. എൻ്റെ പേരൻസിൻ്റെ മൊബൈൽ മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് ഡെയിലി ഞാനൊരു 1/2 മണിക്കൂർ, അതിന് നിങ്ങൾക്ക് പോക്കറ്റ് മണി ചോദിക്കാവുന്നതാണ് കേട്ടോ.
പക്ഷെ അപ്പൊ ഗുണം എന്താണ്? നിങ്ങൾ പഠിക്കുകയും ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആവും. നാളെ നിങ്ങൾ അതൊരു പ്രൊഫഷനായിട്ട് മാറ്റും. ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് ഇനി മുതൽ മൊബൈൽ മാനേജ്മെന്റ് എല്ലാം കറക്റ്റ്, വീട്ടിൽ തന്നെ മൊത്തം കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുക. ഇതൊക്കെ സെൽഫ് ലേൺ ചെയ്യാവുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ മൊബൈൽ ആപ്സ് ഒരുപാടുണ്ട്, സ്വന്തമായിട്ട് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ ഫാസ്റ്റ് ലേണേഴ്സാണ്. ഈ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മുടെ ബ്രെയിൻ സ്പോഞ്ച് പോലെയാണ്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി പോയി നിങ്ങൾക്ക് ഒരു ഇത്തിരി പാഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ദർ ലേൺ. ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ പ്രായത്തിൽ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്യാൻ പോലും പറ്റില്ല, കാര്യം ഓർക്കില്ല. നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു പാട്ടൊക്കെ പഠിക്കണമെങ്കിൽ ഒറ്റ ദിവസം പോരെ. ഞങ്ങൾക്കൊക്കെ ഇപ്പം പാട്ട് പഠിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പം നിങ്ങളുടെ ഫ്രഷ് മൈൻഡ് വെച്ചിട്ട് ഇതൊക്കെ പഠിക്കുക. അപ്പം വീട്ടിൽ കമ്പ്യൂട്ടർ മാനേജ് ചെയ്യാം, മൊബൈൽ മാനേജ് ചെയ്യാം, അതിൻ്റെ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളെല്ലാം നോക്കാം, നിങ്ങൾക്ക് തന്നെ വൈഫൈ കണക്ഷൻസ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നാളെ ഒരു പ്രൊഫഷനായിട്ട് മാറ്റാവുന്നതാണ്. ഇനി അടുത്തത്, So we should know how to look after our body. ലുക്ക് ആഫ്റ്റർ Our body. ഓക്കെ, ഹെൽത്ത് മാനേജ്മെന്റ് അല്ലേ? Exactly. നമ്മുടെ ഹെൽത്തിനെ കുറിച്ച്, നമ്മുടെ ബോഡിയെ കുറിച്ച്. നമ്മുടെ ബോഡി നമ്മുടെ ഏറ്റവും വൺ ഓഫ് ദ ബിഗസ്റ്റ് അസറ്റ് ആണ് നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഒരു യുണീക്ക് ബോഡി ഉണ്ട്. ഇപ്പം എൻ്റെ ബോഡി വെച്ചിട്ട് നിങ്ങൾക്കല്ല ഗുണം, എൻ്റെ ബോഡി വെച്ചിട്ട് എനിക്കല്ലേ ഗുണം. അപ്പം അതിനെ ദാറ്റ് ഈസ് യുവർ. ഇപ്പം നിങ്ങൾക്കൊരു നല്ല നിങ്ങൾക്കൊരു കാറുണ്ടെങ്കിൽ കാറ് നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ലേ? നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ മെയിൻറ്റെയിൻ ചെയ്തില്ലേ? പക്ഷേ നിങ്ങളുടെ സ്വന്തം ബോഡിയെ മെനി പീപ്പിൾ വിൽ നോട്ട് ലുക്ക് ആഫ്റ്റർ. അപ്പം നിങ്ങൾ എന്താ വേണ്ടത്? ആ ബോഡിയെ എങ്ങനെ നിങ്ങൾക്ക് ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ? ബോഡിയെ നന്നായിട്ട് നോക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ്, നന്നായിട്ട് ഉറങ്ങണം, ഉറക്കം വേണം. യു നീഡ് ടു പ്രോപ്പർ ഫുഡ്, അതായത് ജങ്ക് ഫുഡ് അല്ല, നല്ല ഹെൽത്തി ഫുഡ് നിങ്ങൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക, അല്ലാതെ തിന്ന് വീർക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള എത്ര കാലറിയാന്നുള്ളത് അതിപ്പോൾ നിങ്ങളുടെ ഏജിനൊക്കെ അനുസരിച്ചിട്ട് 1500 കാലറി ആയിരിക്കും, അല്ലെങ്കിൽ 2000 ആയിരിക്കും. അത് നിങ്ങളുടെ വെയിറ്റും ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കുക. ഡെയിലി വെള്ളം കുടിക്കുക. മനസ്സിലായി? ഒരു 2.5 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അത് ഡിപ്പെൻസ് ഓൺ യുവർ സൈസ്, 2 to 3 ലിറ്ററാണ് നിങ്ങൾ കുടിക്കേണ്ട വെള്ളം. ഓക്കെ, ഈ പ്രായത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഗെയിം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനകത്തൊക്കെയാണ് ഈ ക്രിക്കറ്റൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പ്രൊഫഷനായിട്ട്. ഈ എല്ലാ ഗെയിമിലും ഒരു പ്രൊഫഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ. അതിൽ ക്രിക്കറ്റ് ആണെങ്കിൽ ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും 1 hour എല്ലാ ദിവസവും നിങ്ങൾ കളിക്കുക. നിങ്ങളുടെ ബോഡിയെ ശരിക്കും നോക്കുക. ഇനി ചിലർക്ക് വേണമെങ്കിൽ ജിമ്മിൽ പോവാം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ജിമ്മിൽ പോയുള്ള ഗുണം എന്താണ്? യു ബിക്കം നാളെ ഒരു നല്ലൊരു ഫിസിക്കൽ ട്രെയിനറായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങളുടെ ബോഡി തുടക്കം തൊട്ടേ നിങ്ങൾ നല്ല ഒരു ഡയറ്റീഷ്യനായിട്ട്, നിങ്ങൾക്ക് ഫുഡിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ ഡയറ്റീഷ്യനായിട്ട് മാറാൻ പറ്റും. ആ ഫീൽഡിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചിലർക്ക് നല്ല ഭയങ്കര ബോഡി, നല്ല ജിമ്മൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ദേ ക്യാൻ ബിക്കം ബൗൺസേഴ്സ് ആയിട്ട് മാറാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇറ്റ്സ് എ പ്രൊഫഷൻ ആക്ച്വലി. അങ്ങനെ ഒരുപാട് സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്തത് മേക്കിംഗ് സ്കിൽസ്. നമുക്കൊരു കാര്യം മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്കിൽ. ഓക്കെ, തീർച്ചയായിട്ടും അതൊരു മാനുഫാക്ചറിങ് സൈഡിലൊക്കെ പോകുമ്പോഴത്തെ, അതായത് ഇപ്പം അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്. ഇപ്പം 3D പ്രിന്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയും ഈ 3D പ്രിന്റേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനം പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലെ തന്നെ നിങ്ങൾക്ക് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും പല കാര്യങ്ങളും. 3D പ്രിന്റർ ഉപയോഗിക്കാൻ പറ്റാത്തടുത്ത് ഒരുപാട് കാര്യങ്ങൾ അസംബിൾ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ചെറുപ്പത്തിലേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലാണ് ബേസിക്കലി. അപ്പം അങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും പോകേണ്ടത് നാളെ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് അതിന് പറ്റിയ ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് ഈ അസംബ്ലിങ് ഏറ്റവും ചിലർക്ക് ഇലക്ട്രോണിക്സ് ആയിരിക്കും, ചിലർക്ക് മെക്കാനിക്കൽ ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആ രീതിയിൽ വേണം നിങ്ങൾ ആ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ കരിയർ ഡിസൈൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പം വീട്ടിൽ എന്ത് കാര്യമുണ്ടല്ലോ, ഇപ്പം വീട്ടിൽ ഒരു ഫ്യൂസ് വയർ കെട്ടുന്നതായിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പം വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളിൻ്റെ ചെയിൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ഇട്ടൂടെ. അതുപോലെ ഒരുപാട് കുഞ്ഞു കാര്യങ്ങൾ അസംബിൾ ചെയ്യാനായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സൈറ്റ്സ് ഉണ്ട്, ആക്ച്വലി പേജസ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ റെഗുലറായിട്ട് വീട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ പറ്റുന്നത്, നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട്. അപ്പം ഇതുപോലെ അസംബിൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വെച്ചിട്ട് ഒരുപാട് പുതിയ ഐഡിയാസ് വരും. ഒരുപക്ഷെ നാളെ നിങ്ങളൊരു ഇൻവെൻറ്ററായിട്ട് തന്നെ മാറും. ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് അസംബിൾ ചെയ്ത് അതിനെ മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു കോടീശ്വരനാവാനും പറ്റും. ശരിയല്ലേ? അടുത്തത് പ്രോഗ്രാമിംഗ്. ഓക്കെ, പ്രോഗ്രാമിംഗ്.
അത് കമ്പ്യൂട്ടർ റിലേറ്റഡ് അത് പ്രോഗ്രാമിങ്. ഇപ്പം പക്ഷേ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് ഇപ്പം നിങ്ങളൊരു ടാർഗറ്റ് ആയിട്ട് ഇടാം, ഞാനൊരു പ്രോഗ്രാമർ ആവും. അതും പക്ഷേ പ്രോഗ്രാമിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ChatGPT-യോടൊക്കെ ചോദിക്കുക. കാര്യം ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ഇപ്പം ഒരുപാട് AI വന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായി, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പ് പ്രോഗ്രാമിംഗ് പഠിച്ചിരുന്ന ആൾക്കാർക്ക് ഇന്ന് അത് വെച്ചിട്ട് സർവ് ചെയ്യാൻ പറ്റത്തില്ല. AI ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആക്കി കഴിഞ്ഞു. അപ്പം അവിടെ ആ ഒരു അത്തരം പ്രോഗ്രാമിംഗ് ഒന്നും ആവശ്യമില്ല ഇപ്പം. അഗ്രികൾച്ചർ Yes, sir. ഓക്കെ, ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ആക്ച്വലി അഗ്രികൾച്ചർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ടെറസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റം ഉണ്ടാവും, അവിടെ അറ്റ്ലീസ്റ്റ് ഒരു 10 വെജിറ്റബിൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ആ വെജിറ്റബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ശരിയല്ലേ? ഈ വെജിറ്റബിളിനകത്ത് ദർ ഇസ് നോ പെസ്റ്റിസൈഡ്, നത്തിങ്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വെജിറ്റബിൾ കഴിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അതേസമയം നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന എല്ലാ വെജിറ്റബിളിനകത്തും പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി വാങ്ങുന്ന പച്ചക്കറിക്കകത്തൂടെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ചിലപ്പം പോയി കിട്ടും. പലപ്പോഴും നമ്മുടെ ഈ കിഡ്നി ഫെയിലേഴ്സ് ഒക്കെ വരാനുള്ള ഒരു റീസൺ ഇതുപോലുള്ള ഡേഞ്ചറസ് പെസ്റ്റിസൈഡ്സ് ഒക്കെ പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ടാണ്, ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്തത് പറയൂ. അടുത്തൊരു ഒരു 2-3 Organic food. Leadership skills. ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നിങ്ങൾ എന്താ ചെയ്യുന്നത്? Sir, take Class roles in Sir, ക്ലാസ് മോണിറ്റർ ആവുക. അടുത്തത് Sir, take roles in പൊസിഷൻസിൽ ചെയ്യുക. ഒരു എക്സാമ്പിൾ, ചിലർക്ക് ഡ്രാമയൊക്കെ ഇഷ്ടമായിരിക്കും, മനസ്സിലായില്ലേ? സ്റ്റേജ് ഷോ ഒക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ടീം ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലീഡർഷിപ്പ് സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തത്, എനിക്ക് ഈ ഡ്രാമയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് ഡ്രാമ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡ്രാമ ഡയറക്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണ്? നിങ്ങൾ ആദ്യം ഒരു കഥ കണ്ടുപിടിക്കണം, ഇതിൽ അഭിനയിക്കുന്നവരെ കണ്ടുപിടിക്കണം, അവർക്ക് ഏതൊക്കെ റോൾ വേണം, അവരെ ഇതിൻ്റെ റിഹേഴ്സലിന് കൊണ്ടുവരണം. ഇപ്പോൾ ഇവരെല്ലാം വിളിച്ചിട്ട് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം റിഹേഴ്സൽ നടത്താനായിട്ട്. ഇവരൊക്കെ വന്നിട്ട് ഇവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് കറക്റ്റ് റോളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതെല്ലാം റിഹേഴ്സൽ ഒരു ദിവസം കൊണ്ട് തീരില്ല, പല ദിവസം റിഹേഴ്സൽ ഉണ്ടാവും. അതിനുശേഷം ഇവരെ സേഫായിട്ട് തിരിച്ച് വിടാനുള്ള പരിപാടി നോക്കണം. ഇത് കഴിഞ്ഞ് ഇവരെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ആദ്യം ഇത് മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. കാര്യം ഈ അഭിനയിക്കുന്നവരാരും ഇതൊന്നും ചെയ്യില്ല, ഇതൊക്കെ ഒരു ടീം ലീഡറിന്റെ ജോബാണ്, ഇത് പോയി ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് ഇവരെല്ലാം സംഘടിപ്പിച്ച് ഇവർക്ക് മേക്കപ്പ് ഇടണം, ഇവർക്ക് കോസ്റ്റ്യൂംസ് നോക്കണം. ഈ അഭിനയിക്കുന്നവർ വെറുതെ കൈയും വീശിയും വരത്തേ ഉള്ളൂ, നമ്മൾ വേണം ബാക്കി എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ. ഇതെല്ലാം കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. ഇതിലൂടെ നമ്മൾ ആക്ച്വലി ചിലപ്പം വി മേ വിൻ ഓർ വി മേ നോട്ട് വിൻ, അതല്ല ഗുണം. നമ്മൾ ഈ ഒരു ഡ്രാമ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ആവും. ഇതുപോലെയാണ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന്മാരും ചെയ്യുന്നത്. അവർ അവരുടെ ടീമിനെയൊക്കെ നോക്കി ക്ലബ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ കറക്റ്റ് ആവും. ഇത് കൂടാതെ ഈ കിറ്റ് മൊത്തം എടുക്കണം, ഇതിൻ്റെ സ്കോർ എഴുതണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ദ ലീഡർഷിപ്പ് സ്കില്ല് നമ്മൾ അറിയാതെ ഡെവലപ്പ് ആവും. അപ്പം ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ ക്യാപ്റ്റൻ ആവുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാംസിൻ്റെ ഹെഡ് ആവുക, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ആവും. ഇത് നാളെ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വരുമ്പം പെട്ടെന്ന് നമുക്ക് ഒരു ടീം ലീഡറായിട്ട് മാറാൻ പറ്റും, അതായത് ഒരു മാനേജറായിട്ട് നമുക്ക് മാറാൻ പറ്റും, ശരിയല്ലേ? ഇനി അടുത്തത് Social skills. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം ഇത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട്, ഇപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ അവൈലബിൾ ആണല്ലോ, അപ്പം ഇത് നോട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഒരുപാടുണ്ട്, നമുക്ക് എഴുതാനാണെങ്കിൽ ഒരു 100 എണ്ണം ഇതേപോലെ എഴുതാൻ പറ്റും. നിങ്ങൾ അതേപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ ഒരു കരിക്കുലം ഉണ്ടാക്കണ്ടേ. അപ്പം ഒരിക്കലും വേറൊരാൾ ചെയ്യുന്നത് നോക്കി എഴുതണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 25 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, അതിന് 10 സ്റ്റെപ്പ്. അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങൾ അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതായത് സത്യം പറഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഇപ്പം ആരെങ്കിലും പറഞ്ഞാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോൾ ഇന്ന് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ തുടങ്ങിയാൽ 5 വർഷം കൊണ്ട് നിങ്ങൾ നല്ല എക്സ്പെർട്ട് ആയിരിക്കും. അത് വയലിനിസ്റ്റ് ആവാം, അല്ല ഗിറ്റാറിസ്റ്റ് ആവാം, ഫ്ലൂട്ടിസ്റ്റ് ആവാം. പക്ഷേ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് അതിനെ ഒരു പ്രൊഫഷനായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു ജോബിന് പോവുകയാണെങ്കിൽ ഈവനിങ് ഒരു പാർട്ട് ടൈം നിങ്ങൾക്ക് ഒരു ക്ലബ്ബിൽ പോയിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇറ്റ്സ് എ മണി മേക്കിംഗ് സ്റ്റഫ്. ഇത് കൂടാതെ ഒരു മൈൻഡ് റിലാക്സേഷൻ ഉള്ളൊരു വലിയ കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ഫ്ലൂട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൊരു പാട്ട് വായിക്കാം.
ഒരു ഗിറ്റാർ ആണെങ്കിൽ ഗിറ്റാർ വായിക്കാം. ഇതൊരു നമുക്കൊരു ഭയങ്കര സൂത്തിങ് ഫീൽ തരുന്നൊരു കാര്യമാണ്, ഒരു മൈൻഡ് റിലാക്സേഷൻ ഉള്ളതാണ്. അതേസമയം ഇതൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റുന്നതാണ്. അപ്പം പറ്റിയാൽ എല്ലാവരും അത് ഈ 25 എണ്ണത്തിനകത്ത് ഐ വിൽ ലേൺ എ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് എന്നോട് എഴുതിയാൽ വളരെ നന്നായിരിക്കും. കരാട്ടെ പഠിക്കണം എന്നുള്ള, സെൽഫ് ഡിഫെൻസ് പഠിക്കണം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു പണിയുണ്ട്. അത് നിങ്ങൾക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഓൺലൈനിൽ ഹൗസ് കീപ്പിങ്ങിന്റെ ട്രെയിനിങ് കിട്ടും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗസ് കീപ്പിംഗ് പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഹോട്ടൽസിൽ പോയി താമസിച്ചിട്ടുണ്ടോ? പേരൻസിനോട് ഹോട്ടൽസിൽ? ഈ ഹോട്ടൽസിൽ ഉള്ള പ്രത്യേകത എന്താണ്? നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ റൂമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് തലേണയും ഒക്കെ എല്ലാം കറക്റ്റ് അല്ലേ വെച്ചേക്കുന്നത്. എന്നിട്ട് എല്ലാ ദിവസവും ഇവരത് വന്ന് മാറ്റുകയും ചെയ്യും, ശരിയല്ലേ? പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ? നിങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ ആകെ അലിച്ചു വാരിയല്ലേ ഇട്ടേക്കുന്നത്. നിങ്ങളുടെ എവിടെയും കട്ടിലുണ്ട്, എന്താണ് തലേണയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അലമാര കണ്ടു കഴിഞ്ഞാൽ എല്ലാം കുത്തിക്കയറ്റി വെക്കും, ഒന്നും അങ്ങോട്ട് വൃത്തിയായിട്ടില്ല. ഇത് നമുക്ക് പ്രോപ്പർ ഹൗസ് കീപ്പിംഗ് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യത്തില്ല, നമ്മുടെ ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യത്തില്ല, എന്താണ് നമ്മുടെ ബെഡ് ക്ലീൻ ചെയ്യത്തില്ല, എല്ലാം വലിച്ചു വാരി അവിടെ ഇവിടെയൊക്കെ ഇടും. അതേസമയം ഇത് നിങ്ങൾ ഓൺലൈനിൽ തന്നെ ഹൗസ് കീപ്പിംഗ് കാര്യം നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ളതാണ്. അപ്പം അങ്ങനെ അതിൻ്റെ കോഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക, വീട്ടിൽ പറയുക, ഹൗസ് കീപ്പിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കണം. എവറി ഡേ ഞാനൊരു ഹാഫ് ആൻ അവർ അല്ലെ 1 hour ഞാൻ സ്പെൻഡ് ചെയ്യും, ഐ നീഡ് 1 dirham എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേരൻസ് തരും. എന്നിട്ട് നിങ്ങൾ ഈ ഓൺലൈനിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ ഷൂസ് കൊണ്ടുപോയിട്ട് എങ്ങനെ വെക്കണം, ഷൂസ് അടുക്കി വെക്കുന്നത് എങ്ങനെയാണ്, ന്യൂസ് പേപ്പർ വന്നു കഴിഞ്ഞാൽ അത് എവിടെ കൃത്യമായിട്ട് വെക്കണം, കർട്ടൻസ് എങ്ങനെ സെറ്റാക്കി വെക്കണം, ബെഡ്ഷീറ്റ് എങ്ങനെ വിരിക്കണം, ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യമുണ്ട് ഈ ഹൗസ് കീപ്പിങ്ങിനകത്ത്. ഇത് ഓരോന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കേണ്ട കാര്യമില്ല. ഈ ഹോട്ടലിലെ സ്റ്റാഫ് ചെയ്യുന്ന പോലെ നിങ്ങൾ അവർ സ്ഥിരം ചെയ്ത് അവർക്കറിയാം കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന്. അതുപോലെ ഒരു ഹോട്ടലിൽ എങ്ങനെ വൃത്തിയായിട്ടിടുന്നോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടും വൃത്തിയായിട്ടിടാൻ പറ്റും, നിങ്ങൾക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റും, ശരിയല്ലേ? അപ്പം അങ്ങനെ ചെന്ന് അച്ഛനോടോ അല്ലെങ്കിൽ പേരൻസിനോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ബേസിക് പഠിച്ചിട്ട് വേണം ചെല്ല. ഞാനിത് ഇങ്ങനെ ഓൺലൈനിൽ കൂടി ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഐ നീഡ് ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയാം ഞാൻ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സോ ഐ നീഡ് ടു വർക്ക് ഹിയർ, ഐ നീഡ് പോക്കറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഗിവ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നാളെ നിങ്ങൾക്ക് ഒരുപക്ഷെ നാളെ ഒരു പ്രൊഫഷനാണ്, അതിനകത്ത് മില്യൺസ് ഓഫ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ. പിന്നെ അടുത്തത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് സാധനം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ അതിന് ട്യൂഷന് പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്കൂളിലൊക്കെ മത്സരം വരുമ്പം കയറി ഈ പ്രസംഗ മത്സരമൊക്കെ ഇല്ലേ അതിനൊക്കെ പോയിട്ട് പങ്കെടുക്കുക. കാര്യം സ്റ്റേജ് ഫിയർ കംപ്ലീറ്റ്ലി മാറണം. ഈ ഡ്രാമയ്ക്കൊക്കെ പോയുള്ള ഗുണം അതാണ്, സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റേജ് ഫിയർ ഉണ്ടാവത്തില്ല, നമുക്ക് പബ്ലിക്കിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് നാളെ പബ്ലിക് അഡ്രസ്സിങ് ഉള്ള ഒരാൾക്ക് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യു വിൽ ബിക്കം എ ലീഡർ, യു ബിക്കം എ നല്ല ടീച്ചർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, അപ്പോൾ അതെന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഫിയർ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എപ്പോഴും മാറി നിൽക്കും. അപ്പം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നൊരു കാര്യമാണ്, ജോബ് കിട്ടുന്ന കാര്യമാണ്. അപ്പം പബ്ലിക് അഡ്രസ്സിങ് പഠിക്കാനായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. അതിനും ഓൺലൈനിൽ ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ 25-നകത്ത് നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് സ്പീക്കറായിട്ട് മാറും. ഇപ്പോൾ ഇത് കറക്റ്റ് അതിനെ പ്ലാൻ ചെയ്ത് ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അടുത്ത സാധനമാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം. നമ്മളെല്ലാം ഒരു ദിവസം എത്ര ഫോട്ടോസ് എടുക്കുന്നുണ്ട്? നമ്മുടെ എല്ലാം കയ്യിൽ മൊബൈലുണ്ട്. നമ്മളൊരു 50 ഫോട്ടോ എങ്കിലും ഒരു ദിവസം പലപ്പോഴായിട്ട് എടുക്കും, അല്ലെങ്കിൽ 10 ഫോട്ടോ എങ്കിലും എടുക്കും. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഈ ഫോട്ടോ എടുക്കലും അതില്ല, അത് ഈ എടുക്കുന്നത് തന്നെ ഒരു ആർട്ടാണ്. അത് എങ്ങനെ അത് അത്യാവശ്യം നിങ്ങളൊരു ഗൂഗിളിനകത്ത് അല്ല ChatGPT എടുത്ത് ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ഒരു ഓൺലൈൻ സാധനം ആക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനകത്ത് അതിൻ്റെ ആംഗിൾസ് പറഞ്ഞു തരും. അതായത് ഫോൺ പൊക്കത്തിൽ പിടിക്കുന്നതും മിഡിലിൽ പിടിക്കുന്നതും താഴെ പിടിക്കുന്നതും ഒക്കെ ഒരു ഇമേജിനെ എങ്ങനെ അത് കവർ ചെയ്യും, അതിൻ്റെ കളർ ടോൺസ് മാറ്റുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ആംബിയൻസ് മാറ്റുന്നത് എങ്ങനെയാണ്, ഇതിനകത്ത് AI ഉപയോഗിച്ചുകൊണ്ട് ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ എൻഹാൻസ്മെൻറ്റ് നടത്താൻ പറ്റും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യം ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ ക്യാപ്ചർ ചെയ്തു, അത് ഏറ്റവും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നതും എന്തെങ്കിലും രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ക്യാപ്ചർ ചെയ്ത കാര്യത്തിനെ എങ്ങനെ പോയി സ്റ്റോർ ചെയ്യാം, അപ്പോൾ അതിന് നിങ്ങളൊരു ലൈബ്രറി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഇങ്ങനെ തൗസൻഡ്സ് ഓഫ് ഫോട്ടോസ് എടുക്കും, നാളെ ആ ഒരു ഫോട്ടോ തപ്പിപ്പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല, അത് എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അതിനെ ലൈബ്രറിയിൽ എവിടെ പ്ലേസ് ചെയ്യുന്നുള്ള ഒരു സിസ്റ്റം പഠിക്കണം. അപ്പോൾ അത് ഈ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫറായി മാറാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യ മുഴുവൻ അറിയുന്ന നല്ലൊരു സിനിമാറ്റോഗ്രാഫർ, വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഫിസം.
എഫിസത്തെ കുറിച്ചുള്ള കോഴ്സ് ഉണ്ട്. നിങ്ങൾ ശരിക്കും എഫിസം പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് യു വിൽ ബിക്കം ഒരു ഭയങ്കര എഫിഷ്യൻറ്റ് പേഴ്സൺ ആയിട്ട് മാറും എഫിസം പഠിക്കുന്ന ഒരാൾ. പിന്നെ സ്പോർട്സ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുക, ഐ എം ഗോയിങ് ടു ലേൺ 10 സ്പോർട്സ്. അപ്പോൾ അതിനകത്ത് എന്താണ്, റഗ്ബി ആവാം, ക്രിക്കറ്റ് ആവാം, ബേസ്ബോൾ ആവാം, ഗോൾഫ് ആവാം. ഇതൊക്കെ ആദ്യം എന്താ പഠിക്കേണ്ടത്? ആദ്യത്തെ ഈ സിലബസിനകത്ത് ആദ്യം വാച്ച് ഫ്യൂ വീഡിയോസ്, അത് കഴിഞ്ഞിട്ട് TV ചാനലിൽ അതിൻ്റെ ഒരു ചാനലിൽ ഗെയിം കാണുക, പിന്നെ ഏതെങ്കിലും ക്ലബിലെ ഫോളോ ചെയ്യുക. ഇങ്ങനെ ഒരു 10 സ്റ്റെപ്പായിട്ട് മാറ്റിയിട്ട് ഇത് എന്താണ് കേസൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വലിയ സാധനത്തിനെ നമ്മൾ ചുരുക്കി മാറ്റണം. ആദ്യം ഓരോ സ്റ്റെപ്പാക്കി മാറ്റണം. അപ്പം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഈ 10 ഗെയിമിനെ ആദ്യം ഏതൊക്കെ 10 ഗെയിം താല്പര്യമുള്ള 10 ഗെയിം എഴുതുക. ആ ഗെയിമിൽ ഓരോ ഗെയിം എടുത്തിട്ട് അതിൻ്റെ റൂൾസ് എന്താണെന്ന് ആദ്യം പഠിക്കുക. പിന്നെ ആ ഗെയിം കാണുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫാൻ ക്ലബ്ബ് എവിടെയൊക്കെയാണ് മേജർ ഗെയിംസ് നടക്കുന്നത്, അവിടെ ഏതെങ്കിലും ഒരു ക്ലബിൻ്റെ ഫാൻസ് ക്ലബ്ബിൽ കയറുക. പിന്നെ അതിനകത്ത് ഇൻഡസ്ട്രി ഏതൊക്കെയാണെന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് ഈ 10 കുറേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. നിങ്ങൾ ഇപ്പോൾ ഈ വർഷം നിങ്ങൾ എല്ലാ ഗെയിമിനും വേണ്ടി 5 hours സ്പെൻഡ് ചെയ്തു. അടുത്ത വർഷം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ 10 എണ്ണത്തിൽ 2 എണ്ണം വിട്ടു. പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ വിൽ ഫോക്കസ് ഓൺ 2 or 3 ഗെയിംസ്. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത ഈ 5 വർഷത്തെ ഒരു ടാർഗറ്റിനകത്ത് നിങ്ങളുടെ ടാലൻറ്റ് ആൻഡ് പാഷൻ ഏതാണെന്നുള്ളത് അതായിരിക്കണം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങളുടെ പ്രൊഫഷൻ അവസാനം കരിയർ ഡിസൈനിൽ എന്താ വേണ്ടത്? നിങ്ങളുടെ ടാലൻറ്റും പാഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പ്രൊഫഷനിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ശരിയല്ലേ? അപ്പം നിങ്ങളുടെ ടാലൻറ്റ് ഏതാ, പാഷൻ ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കണം. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റൊരാളോട് ഡിസ്കസ് ചെയ്യുക, എൻ്റെ ടാലൻറ്റ് എവിടെയാണ് ശരിക്കും. അപ്പോൾ അവർ കുറച്ച് പറയും. അപ്പോൾ അവർക്കറിയാം നിങ്ങൾ ഏതിനകത്താണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഷോർട്ട് ചെയ്ത് വരുമ്പോൾ ഈ 25 നമ്മൾ പറഞ്ഞ കാര്യത്തിനകത്ത് എവിടെയെങ്കിലും ചെന്ന് നമ്മൾ കൺവേർജ് ചെയ്ത് അവിടെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പം ടാലൻറ്റ് ആൻഡ് പാഷൻ എപ്പോഴും ഈ അടുത്ത 5 വർഷത്തിൽ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇനി ക്യാരക്ടർ കറക്ഷൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്യാരക്ടർ കറക്ഷൻ്റെ ഒരു ഷീറ്റ് തന്നിരുന്നില്ല, 100 എണ്ണം. എല്ലാവരും ചെയ്തോ? 100 എണ്ണം ചെയ്തിരുന്നു ആരെങ്കിലും? ഓക്കെ, അപ്പൊ അതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്ത് പറയുന്ന 100 പോയിന്റും നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങൾ മാർക്കിട്ടു, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടോ പേരൻസിനെ കൊണ്ടോ മാർക്കിട്ടു. അപ്പോൾ ഇതിനുള്ള ഗ്യാപ്പ് കിട്ടി. എല്ലാവരും 10 സ്കോർ ചെയ്തില്ല. അപ്പം ആ സ്കോർ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. വെരി പെർഫെക്റ്റ് ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ അതും നിങ്ങളുടെ ഈ 25-നകത്ത് ഇടാവുന്നതാണ്. ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പങ്ക്ച്വൽ. ഇപ്പം കൃത്യമായിട്ട് നാളെ തൊട്ട് എല്ലാവരും പങ്ക്ച്വലായിരിക്കും. എല്ലാം എന്ത് കാര്യം ചെയ്യുന്നതിന് അതിന് ടൈം ഫിക്സ് ചെയ്തിട്ട് ചെല്ലും. ഇപ്പം ടൈം മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളും ഫോളോ ചെയ്യാത്ത ഒരാളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഏത് ഇൻഡസ്ട്രി പോയാലും ആവശ്യമുള്ളതാണ് ടൈം മാനേജ്മെൻറ്റ്. അത് നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അതും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ഞാനൊരു സാമ്പിൾ പോസ്റ്റർ ഉണ്ടാക്കി തരാം. അതിനകത്തൊരു സാമ്പിൾ 25 ഉണ്ട്. അത് അതുപോലെയല്ല ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് എല്ലാവർക്കും നിങ്ങളുടേതായ ഒരു കരിക്കുലം ഉണ്ടാവണം. ഓക്കെ, അതാണ് ഈ മാസത്തെ നിങ്ങളുടെ ഒരു അസൈൻമെൻറ്റ്. എവരി ക്രിയേറ്റ് യുവർ ഓൺ അസൈൻമെൻറ്റ്. അടുത്ത 5 വർഷത്തേക്കുള്ള നിങ്ങളുടെ ജേർണി അതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് വേണം. കാര്യം FSM നമ്മളിനി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് നിങ്ങളുടെ 5 year ഗോളായിട്ട് മാറും. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ വൺസ് ഇട്ട് കഴിഞ്ഞാൽ സിസ്റ്റം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, എന്തായി ആ സ്റ്റെപ്പ് ഓരോന്നും ഓരോ വർഷവും എവരി 6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കയറണം. എങ്കിൽ മാത്രമേ ഈ 10 സ്റ്റെപ്പ് 5 വർഷം കൊണ്ട് തീർക്കാൻ പറ്റൂ. ശരിയല്ലേ? അപ്പം അതിൽ നിങ്ങൾ ചെയ്ത് നല്ലൊരു എക്സ്പെർട്ട് ആവുന്ന രീതിയിലേക്ക് പോകണം. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടും എങ്ങനെയാണ് വാട്ട് ഈസ് കരിക്കുലം എന്ന് മനസ്സിലായോ എല്ലാവർക്കും? എങ്ങനെയാണ് ഒരു കരിക്കുലത്തിനകത്ത് എങ്ങനെയാണ് ഓരോന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നും അതിനകത്ത് സ്റ്റെപ്പ് കയറുന്നതൊക്കെ മനസ്സിലായില്ലേ? ബേസിക് ഒരു ഐഡിയ കിട്ടിയില്ലേ? കൺഫ്യൂഷനൊക്കെ മാറിയില്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ലൈഫിൽ ആവശ്യമുള്ളതല്ലേ? ഇതൊന്നും നമ്മുടെ സ്കൂളിൽ പക്ഷേ നമ്മുടെ അടുത്ത് പഠിക്കാൻ പറയുന്നില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾക്ക് കൂടുതൽ നോളജ് എവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ ക്ലാസ്സിൽ നിന്നല്ലേ? അപ്പൊ ഇതിനകത്ത് ഞാൻ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ വീക്കിലും പിക്നിക്കിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പുസ്തകം കൊണ്ട് ഇരിക്കരുത്. മനസ്സിലായില്ലേ? എപ്പോഴും പേരൻസ് പറയും നിങ്ങൾ പടി. അങ്ങനെയൊന്നും അല്ല. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് റീചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം പേരൻസിനെ കൊണ്ട് നിങ്ങൾ പിക്നിക്സിന് പോകണം, ടൂർ പോകണം. കാര്യം നമുക്ക് നേച്ചറിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ലൈഫിൽ ഒരുപാട്
കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പം പേരൻസിന് പൈസ ഉണ്ടാവില്ല ഒരുപാട് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വീടിനടുത്ത് തന്നെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ നല്ല ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പേരൻസിന് പറയാം, നമുക്ക് ഇന്ന വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് സമയം കളയുന്ന നേരത്ത് രാവിലെ തന്നെ നമുക്ക് ഫുഡ് പാക്ക് ചെയ്തിട്ട് ഇന്നടുത്ത് പോകാം. നിങ്ങൾ പോകുമ്പോൾ ആ ജേർണിയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം വീക്കെൻഡ്സ് നല്ല പിക്നിക്ക് പോകുന്നതും ഒക്കെ നിങ്ങൾ ആലോചിക്കുക. പിന്നെ ലവ് ആൻഡ് കെയർ. മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു വലിയൊരു ഡെഫിഷ്യൻസിയാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് നമ്മുടെ പേരൻസിനെ ലവ് ചെയ്യാൻ നമ്മൾ വിട്ടുപോകും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ലവ് ചെയ്യാൻ വിട്ടുപോകും. എന്താണ് അവരെയൊക്കെ കെയർ ചെയ്യണം, മനസ്സിലായില്ല? നമ്മുടെ ആ ഗ്രാൻഡ് പേരൻസ് എൽഡേഴ്സിനെ കെയർ ചെയ്യാൻ വിട്ടുപോകും, റെസ്പെക്ട് ചെയ്യാൻ വിട്ടുപോകും. ഇതൊക്കെയുള്ള നല്ല 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 ഒരു മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കണം ഹീസ് എ വെരി ലവിങ് ക്യാരക്ടർ, വെരി സ്വീറ്റ് ക്യാരക്ടർ എന്ന് ഒരാളെ കൊണ്ട് പറയണം. അല്ലാതെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ പയ്യൻ വെറും ഒരു അഹങ്കാരിയാണ്, ഒന്നും കൊള്ളില്ല, ആരുമായിട്ട് മിങ്കിൾ ചെയ്യില്ല, അങ്ങനെ പറയിപ്പിക്കരുത്. യു ഷുഡ് ബി എല്ലാവരും വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ ലവിങ് ആയിട്ട്, കെയറിങ് ആയിട്ട്. ഒരാൾക്ക് നിങ്ങൾ നടന്നു പോകുമ്പം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരാൾ വളരെ ഒരു പ്രായമായ ഒരാൾ ബുദ്ധിമുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഹെൽപ്പ് ചെയ്യില്ലേ റോഡ് ക്രോസ് ചെയ്യാനായിട്ട്? അപ്പം നമുക്ക് അതുകൊണ്ടൊന്നും മറ്റൊന്നും കിട്ടുന്നില്ല അവിടെ നിന്ന്, എന്നാലും ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. അപ്പം നമ്മളെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് എവറി ഡേ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ, ഈ 25 ജോബ്സ് കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ ചോദിക്കേണ്ടത് വെദർ ഐ ആം ഗെറ്റിംഗ് ഹാപ്പി ഓർ നോട്ട്. ഇത് ചെയ്യുമ്പോൾ എന്നെ അത് ഹാപ്പി ആവുമോ ഇല്ലയോ എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാവരും ഈ വർഷം ഇത് ഒരു 25 കാര്യങ്ങൾ എഴുതുക. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് GPT ചോദിക്കുക, ഗൂഗിളിനോട് ചോദിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ഒരു സിലബസ് ഉണ്ടാക്കുക. ഓക്കെ, Sir, we have a question. ചോദിച്ചോളൂ. Sir, does ChatGPT always give correct answers? ഇല്ല, ചാറ്റ് GPT തന്നെ ഇപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. 2 years മുമ്പ് ചാറ്റ് GPT ഇല്ലാത്ത സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഗൂഗിൾ മാത്രമേ ഉള്ളായിരുന്നു. ഗൂഗിളിനേക്കാളും ബെറ്ററാണ് ചാറ്റ് GPT. ഇപ്പം നാളെ ഇതിലും ബെറ്ററായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് വളരെ ഈസി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുകയാണ്, നമ്മുടെ ടൈം സേവ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ബ്ലൈൻഡായിട്ട് ഇതിനെയൊന്നും വിശ്വസിക്കരുത്. കാര്യം ചിലതൊന്നും അത്ര അപ്ഡേറ്റഡ് ആയിരിക്കത്തില്ല, ചിലത് ലോജിക്കൽ തിങ്കിങ് കുറവാണ് ഈ AI-ക്കെല്ലാം. അപ്പോൾ അവിടെ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഒരു 80% നമുക്ക് സപ്പോർട്ടായിട്ട് മാറും ഇതെല്ലാം. Sir, is Copilot better than ChatGPT? Copilot. ചാറ്റ് ജിപിറ്റിയോട് തന്നെ ചോദിക്കുക, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചാറ്റ് GPT and this one? So it will do a comparison. Sir, I asked who is better, ChatGPT or Copilot. He അല്ല, said അതിപ്പോ ചാറ്റ് himself. ജിപിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് GPT പറയും ഐ ആം ബെറ്റർ എന്നല്ല പറയത്തുള്ളൂ. Then when I asked Copilot, it said the same thing. വാട്ട് എവർ ഇറ്റ് ഈസ് എവറി ഡേ. ഇപ്പം ലാസ്റ്റ് ഉള്ളതല്ല ഈ വർഷം, ഇപ്പം ആഫ്റ്റർ 1 year മറ്റൊന്നായിരിക്കും ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വി കനോട്ട് സേ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ വൺ ഈസ് ദ ബെസ്റ്റ്, ബട്ട് ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് വൺ ഓഫ് ദിസ്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്ത് കുറെ കഴിയുമ്പോൾ യു വിൽ ബി ആൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ് വൺ. പക്ഷേ അത് നിങ്ങൾ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഔട്ട്ഡേറ്റഡ്. നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യാത്തൊരു കുട്ടിയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ദേ നെവർ യൂസ് AI എന്താന്ന് പോലും നോക്കാത്ത ഒരാൾ, ഇറ്റ് ഈസ് ലൈക്ക് ദേ ആർ ലിവിങ് ഇൻ എ സ്റ്റോൺ ഏജ്. നിങ്ങൾ അങ്ങനെ ആവരുത്. അപ്പം നിങ്ങൾ തന്നെ ശരിക്കും എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസിൻ്റെ മുന്നിൽ നിങ്ങൾ ആരാണെന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡെയിലി പോയിട്ട് അപ്പം പേരൻസിന് തന്നെ ഭയങ്കര നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ യു ആർ ആൻ എക്സ്പെർട്ട് എന്നുള്ള ഫീൽ കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. See you next month. All the best. Thank you, Thank sir. you. Thank you, sir.